വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പം വാട്ട് ആർ യു ഓൾ എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിനും നമ്മുടെ ഇക്കമാർക്കും സലിമേട്ടനും വേണ്ടി ഒന്ന് പറയും. ഞങ്ങൾ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ മ്യൂസിക് ബാൻഡാണ്. എന്താണ് നിങ്ങളുടെ ബാൻഡിന്റെ പേര്? ദ്രുത ഫ്യൂഷൻ മ്യൂസിക് ബാൻഡ്. ദ്രുത. ഓക്കെ, നിങ്ങളെ എല്ലാവരെയും പേരുകളൊന്ന് പറയാമോ? എൻ്റെ പേര് മിഥുൻ സുരേന്ദ്രൻ. എൻ്റെ പേര് സനൽ സുരേന്ദ്രൻ. എൻ്റെ പേര് ആദർശ് സത്യൻ. എൻ്റെ പേര് അശ്വിൻ ചിത്രൻ. എൻ്റെ പേര് അശ്വിൻ. അപ്പൊ ഇക്കാശ് സലിമേട്ട, ഈ നുറുക്ക് വിദ്യകൾ കാണിക്കാൻ പോകുന്ന ബോയ്സിന്റെ ടീമിന്റെ ഈ ബാൻഡിന്റെ പെർഫോമൻസ് നമുക്ക് കാണാം അല്ലേ? യെസ്. ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട്. ഈ ഓർക്കസ്ട്രയില് പഞ്ചാരി മേളം അല്ലേ? ഓക്കെ. അതായത് ചെണ്ടമേളത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലാതെ ചെണ്ടമേളം വായിക്കും. ഓക്കെ, അപ്പൊ ഇനി വാട്ട് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞങ്ങൾ ട്രെയിനിന്റെ സൗണ്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ തന്നെ ആ ഫീല് കിട്ടി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വയലിനിലും ഫ്ലൂട്ടിലും കുറച്ച് മിമിക്രി ചെയ്യാണ്. ആദ്യമായിട്ട് ആംബുലൻസിന്റെ സൈറൻ. അടുത്തതായി പോലീസ് വണ്ടിയുടെ സൈറൻ. അതൊരു ഫയർഫോഴ്സിന്റെ വണ്ടി വരികയാണെങ്കിൽ എങ്ങനെയുണ്ടാവും നോക്കാം. ഉഗ്രൻ, പൊളിച്ചു. ഇനി അടുത്തത് മൂങ്ങിയുടെ ശബ്ദം വലം വെച്ച് ചെയ്യാണ്. ഇംഗ്ലീഷ് പറയാൻ ശരിയാ. ഇനി ഫ്ലൂട്ട് വെച്ച് ഒരു പ്രകൃതിയിലെ കുറച്ച് ശബ്ദങ്ങളാക്കാം. ഇനി കുരുവികളുടെ ഇനി ഇതല്ലാത്ത കുറച്ച് ബേർഡ്സിന്റെ പേരറിയില്ല, ഒരു 1-2 ബേർഡ്സ്. ഓക്കെ. ഇവൻ പറയണത് വിശ്വസിക്കേണ്ടി വരും ഇപ്പൊ. ഇനി പ്രകൃതിയിലെ മറ്റൊരു ശബ്ദമാണ് ശംഖിന്റെ ശബ്ദം.
ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പരീക്ഷണത്തിൽ പോവുകയാണ്, നാദസ്വരം വെച്ചിട്ടൊരു മിമിക്രി. നാദസ്വരം വെച്ചിട്ട് മിമിക്രി. മിമിക്രി. ഓക്കെ. ആദ്യമായി പശുവിൻ്റെ കരച്ചിൽ. അടുത്തതായി കോഴിയുടെ ശബ്ദമാണ്. വല്ലാത്ത വെറൈറ്റി ആയി പോയി. അടുത്തതായി ആനയുടെ ചിഹ്നം വിളി. വെറൈറ്റിയുടെ ഒരു കൂമ്പാരവുമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ? ആക്ച്വലി ഫ്ലൂട്ടിൽ ഒന്നും ചെയ്യുന്നില്ലേ? ഫ്ലൂട്ടിൽ ചെയ്യാം. ചെയ്യാം. ഫ്ലൂട്ടിൽ ഞാൻ മാത്രം ചെയ്താൽ മതിയോ? നിങ്ങൾ എല്ലാവരും കൂടെയാണോ ഒരു ഫ്ലൂട്ടിൽ ചെയ്യാൻ പോകുന്നത്? അയ്യോ, സീരിയസ് ആയിട്ടാണോ? സത്യമായിട്ടും. ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചതാണ്. സത്യമായിട്ടും. ഒരു ഫ്ലൂട്ടിന് 3 പേര് വായിച്ചാൽ തല്ലരുത്. സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അതൊന്ന് കാണണം. ഓക്കെ. ബ്യൂട്ടിഫുൾ. ഇനി എന്താ ഉള്ളത്? സലിമേട്ടന് ഒരു ചെറിയ ട്രിബ്യൂട്ട്. ഓക്കെ.
പീപ്പിൾ ഭയങ്കര പ്ലസന്റും ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. മസ്റ്റ് സേ ദാറ്റ്. സലീമേട്ട ആ ട്രിബ്യൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിബ്യൂട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പോയി. കാരണം ആ പാട്ടിൽ അഭിനയിച്ചതിൽ ഞാൻ മാത്രം ഒന്ന് ജീവിച്ചിരിപ്പുള്ളൂ. മുള്ളുച്ചേട്ടൻ, ഒടുവിളി, പിന്നെ നമ്മുടെ എരിഞ്ഞോടി മൂസിക്ക, ഗീതാസലാം, പിന്നെ ഞാൻ. വല്ലാത്തൊരു പേര് തോന്നിപ്പോയി. ആ പാട്ടിന്റെ ഒരു മൂഡ് പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമോഷണൽ ആക്കി, മെമ്മറീസിലോട്ട് പോയി സലീമേട്ടൻ. എന്തായാലും താങ്ക് യു സോ മച്ച്. എത്ര ഇമോഷണൽ നമ്മളായെങ്കിലും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമോഷണൽ ആയത്. ഇനി ഞങ്ങളുടെ തന്നെ ഒരു കോമ്പോസിഷൻ ഇവിടെ വായിക്കുകയാണ്. ഓക്കെ. തീർന്നു പോയതുപോലെ എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷെ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എന്നെ കണ്ണ് തള്ളിച്ച് കളഞ്ഞത് നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു ഫ്ലൂട്ട് ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി പ്ലേ ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത് ഭയങ്കര അമേസിങ്. ഇപ്പം നമ്മൾക്കൊരു കൺട്രോളിങ് കിട്ടുന്നെങ്കിൽ നമ്മളുടെ തന്നെ ചുണ്ടിലിരിക്കണം, നമ്മളുടെ തന്നെ വിരലുകൾ അതിനെ ഫോളോ ചെയ്യണം, എന്നാലാണ് നമുക്കൊരു കോർഡിനേഷൻ കിട്ടുള്ളൂ. അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ടത്. അതായിരുന്നു അത്ഭുതം എനിക്ക്.
വലിയൊരു എന്താ പറയാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മികച്ച ബാൻഡ് ആകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു താങ്ക് യു സോ മച്ച്. സലീമേട്ടാ, അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പാണ്. നിങ്ങൾ നല്ലൊരു ഒരു ഭാവി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ബാക്കി എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കരയിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ അതാണ് അന്നേരം ഞാൻ വല്ലാത്ത അവസ്ഥയിലായി പോയി. താങ്ക് യു സലീമേട്ടാ. പിന്നെ നിങ്ങൾ വായിച്ച രാഗങ്ങളെ കുറിച്ചിട്ട് അതിന്റെ പോരായ്മകളെ കുറിച്ചിട്ട് വിശദമായിട്ട് നസീർ സംസാരിക്കും. ഞാൻ വെച്ച് നീ വിസ്തരിക്കാൻ പോവുകയാണ്. അല്ല എനിക്ക് പോവാന്ന് വെച്ചിട്ടാണ്. അത് എന്നോട് ചെയ്തൊരു ദ്രോഹം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സന്തോഷം. ഇതിനെക്കുറിച്ച് എന്താ പറയണത് അറിയില്ല. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം മിമിക്രി ഏത് ലെവലിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്കാർക്ക് പനി കൊടുത്ത് എനിക്ക് വെള്ളം ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളുണ്ട് ജനാർദ്ദൻ അതുകൊണ്ട് ജനാർദ്ദനൻ, കൊച്ചിൻ കനീഫ, ഉമ്മൻചാണ്ടി ഇതൊന്നും ദൈവത്തെ നിങ്ങൾ വായിക്കരുത്, നിങ്ങൾ ചെയ്യരുത്. ഇനി അതും കൂടെ ഉള്ളൂ മിച്ചം. വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഇനിയും വേറെ ഒന്നും പറയാനില്ല. ലോകമറിയുന്ന ഒരു ടീമായിട്ട് നിങ്ങളുടെ ഈ ബാൻഡ് മാറട്ടെ എന്ന് മാത്രമേ പറയുന്നു. താങ്ക് യു സോ മച്ച്. സന്തോഷം.